പൊതുവേ നമ്മൾ മലയാളികൾക്ക് തലേദിവസം വെച്ച് വെക്കുന്ന മീൻകറി പിറ്റേ ദിവസം കൂട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മീൻ പൊളിച്ച് വെച്ചിട്ട് വൈകുന്നേരം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മീൻ സിലോപ്പിയ മീനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാണുമ്പോൾ തന്നെ. അപ്പോൾ 2 സിലോപ്പിയ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ പൊള്ളിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കട്ടി കൂടിയ സിലോപ്പിയ ആയതുകൊണ്ട് വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി മാറ്റുവാണ്. ഇടത്തര സിലോപ്പിയ ആണെങ്കിൽ 2 വശം വരഞ്ഞെടുത്താൽ മതിയാകും. സിലോപ്പിയ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിരിക്കുവാണ്. ഇനി സിലോപ്പിയ പൊള്ളിക്കാനായിട്ട് ഒരു 6 കഷ്ണം ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം പച്ചമുളക്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇടികളിലിട്ട് ചതച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം കല്ലിലേക്ക് ഇട്ട് നന്നായിട്ട് ചതച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടിച്ചതിന് ശേഷം 1 കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിരുന്നത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കുവാണ്. അതിനുശേഷം 2 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നത് നെടുകെ പൊളന്നിടുവാണ്. അപ്പോൾ 1 സിലോപ്പിയയിലുള്ള 2 പച്ചമുളക് തന്നെ ധാരാളമാണ്. അതിനുശേഷം ഞാൻ 2 കഷ്ണം കുടംപുളി എടുത്ത് 4ആയിട്ട് കീറി ഒന്ന് കുതിരാൻ വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം കറിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഒരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയിട്ടുള്ള ഷാപ്പ് കറി പോലുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ മുളക് പൊടി ഇട്ടു. അതിനുശേഷം അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല കുറുക്ക് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുറ്റത്ത് പോയിട്ട് ഞാൻ കറിവേപ്പിലേക്ക് എടുത്തിട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ കറിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും കുടംപുളിയൊക്കെ അവിടെ വെള്ളത്തിൽ കിടന്ന് കുതിരുന്ന സമയത്തേക്ക് 2 നാക്ക് തേങ്ങ ചിരണ്ടിയെടുത്ത് അതിൻ്റെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ചട്ടിയിലേക്ക് നമ്മുടെ മീൻ പൊള്ളിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു. അതിനകത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുടംപുളി കുതിർത്തതും കൂടെ ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഒരു കുറുകിയ പരുവത്തിലൊന്നും മിക്സ് ചെയ്തെടുക്കുവാണ്. കറി ഞാൻ കൈകൊണ്ട് തന്നെ കൂട്ടിയെടുക്കുവാണ്. അങ്ങനെ കൈകൊണ്ട് കറി കൂട്ടിയെടുക്കുന്നത് തന്നെയാണ് എനിക്കിവിടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നേരത്തെയുള്ള വീഡിയോയിൽ കൈകൊണ്ട് കറി കൂട്ടുന്ന സമയത്ത് നമുക്കൊരു തവി കൊണ്ട് കൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ ചെയ്ത് ശീലിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതേ മാതിരിയാണ് ഞാൻ കറി കൂട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ തിരികെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ പരുവത്തിലാണ് ഞാൻ കറി അടുപ്പത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്ന പരുവേ. പിന്നെ ചെറുതീയിലൊന്ന് കറി തിളച്ച് വരാൻ വെച്ചു. തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കറി അടച്ചു വെച്ചു. ഏകദേശം വറ്റിയൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കറി നന്നായിട്ട് കുറുകി വന്ന സമയത്ത് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.